ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദിവസം പറയുന്നു, കൃത്യമായി പറയുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം വായിച്ചു കേൾക്കാം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഏവനും പുറത്തു തന്നെ. പാപം ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. നായ്ക്കൾ പുറത്താണ്. നായിൻ്റെ സ്വഭാവം ഉള്ളൊരു പുറത്താണ്. നായിൻ്റെ സ്വഭാവം അത് കുരച്ചില്ലെങ്കിൽ പ്രയോജനമില്ല. കള്ളൻ വരുമ്പോൾ കുരയ്ക്കണം. അത് നായിൻ്റെ സ്വഭാവമാണ്. അതെങ്കിലേ നായയെക്കൂടെ പ്രയോജനമുള്ളൂ. അനേകരിന്ന് ഊമനായ്ക്കളാണ്. ഊമനായ്ക്കൾ, കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ. വേദപുസ്തകം വായിക്കാം. ആവർത്തന പുസ്തകം 23-18 വായിക്കാം. ആവർത്തനം 23-18, 2 പത്രോസ് 2:22. വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. വേശ്യയുടെ കൂലിയും നായയുടെ വിലയും നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരും. നായെ എത്രയും ഹീനജീവിയായിട്ടാണ് വേദപുസ്തകം കാണുന്നത്. ഒന്ന് വായിച്ചേ. വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ദൈവത്തിന് നേർച്ച കഴിക്കുമ്പോൾ നായുടെ വില കൊണ്ടുവരരുത്. വേശ്യയുടെ കൂലി കൊണ്ടുവരരുത്. വേശ്യാവൃത്തി ചെയ്ത് കിട്ടിയ രൂപ കൊണ്ടുവരരുത്. അശുദ്ധി ചെയ്ത് കിട്ടിയ രൂപ കൊണ്ടുവരരുത്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ നേർച്ചയായി കൊണ്ടുവരരുത്. ദൈവത്തിന് സ്തോത്രം. നായയെ ഒരു ഹീനജീവിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ആ സ്വറോഫോയിക്ക ജാതിയിലുള്ള കനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞപ്പോൾ മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞത്. നായ്ക്കുട്ടി. ആ പുറജാതി സ്ത്രീ വന്നപ്പോൾ ഒരു നായ്ക്കുട്ടിയായിട്ടാണ് അവളെ കാണുന്നത്. അവളുടെ മോളെ, ഭൂതബാധയുള്ള മകളെ ഒരു നായ്ക്കുട്ടിയായിട്ടാണ് കർത്താവ് കാണുന്നത്. നായ ഒരു വൃത്തിഹീനമായ ജീവിയായിട്ടാണ് കാണുന്നത്. വൃത്തിയില്ലാത്ത ജീവി, അഴുക്കിൽ ആണ്ടുപോകുന്നൊരു ജീവി, അഴുക്കിൽ ജീവിക്കുന്ന ഒരു മടിയുമില്ലാതെ അഴുക്കിൽ ജീവിക്കുന്നൊരു ജീവി, അതാണ് നായ. നാം നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ കുളിപ്പിച്ച് അതിനെ പൗഡർ പൂശി എല്ലാം കൊണ്ടു നടക്കുമായിരിക്കും. പക്ഷേ നായ തിരുവചനപ്രകാരം ഒരു നികൃഷ്ട ജീവിയാണ്. വായിക്കാം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെ സ്വന്തം ഛർദ്ദിക്ക് തിരിയുന്നു. നായെ ഛർദ്ദിച്ച് കളഞ്ഞത് പിന്നെയും തിരിഞ്ഞ് ഭക്ഷിക്കുന്നു. എത്ര അറപ്പുള്ള കാര്യം! ഛർദ്ദിച്ചതാണ്, മലിനമാണ്, അത് ഛർദ്ദിച്ച് കളഞ്ഞതാണ്, അത് ദുർഗന്ധം നിറഞ്ഞതാണ്, അടുക്കാൻ വയ്യ. പക്ഷേ നായ്ക്കൊരു പ്രയാസവുമില്ല. നായ താൻ തന്നെ ഛർദ്ദിച്ചത് തിരിഞ്ഞ് ഭക്ഷിക്കുന്നു. ഛർദ്ദിക്ക് തിരിഞ്ഞ നായ എന്നുള്ള പഴഞ്ചൊല്ല് പോലെ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അനേകരിന്നതുപോലാണ്. മദ്യപാനം വെടിഞ്ഞതാണ്, പക്ഷെ വീണ്ടും മദ്യപാനം തുടങ്ങി. വേണ്ടാത്ത അഴുക്ക് ജീവിതം വേണ്ട എന്ന് വെച്ചതാണ്, പക്ഷെ പിന്നെയോ തുടങ്ങി. കോപവും വാശിയും ഇനി വരികയില്ല തീരുമാനിച്ചതാണ്, പക്ഷെ പിന്നെയോ തുടങ്ങി. ഇനി ഞാൻ വഴക്കടിക്കില്ല, ഇനി ഞാൻ കോപിക്കുകയില്ല, ഇനി ഞാൻ ഭാര്യയോട് കലഹിക്കുകയില്ല, ഭർത്താവിനോട് ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല, ഇനി എൻ്റെ മാതാപിതാക്കളെ ഞാൻ അനുസരിക്കും, ഇങ്ങനെയെല്ലാം തീരുമാനിച്ചു. പക്ഷേ പിന്നെയും അനുസരണക്കേട് വരുന്നു. ഇനി കഞ്ചാവ് ഉപയോഗിക്കുകയില്ല, ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനം എടുത്തതാണ്, പക്ഷെ പിന്നെയും ഉപയോഗിക്കുന്നു. ഇനി ഞാൻ പ്രേമക്കുരുക്കിൻ്റെ പിന്നാലെ പോവുകയില്ല, പ്രണയബന്ധങ്ങളുടെ പിന്നാലെ പോവുകയില്ല, അതെല്ലാം എന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇല്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കൂ, അനേകരിന്ന് പ്രണയബന്ധത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് വലയുകയാണ്. അറിയുന്നില്ല, നാശമറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കോളേജ് ഹോസ്റ്റലിൽ മറ്റും നടക്കുന്ന റാഗിങ് എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ്. പാവപ്പെട്ട ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് പേടിച്ച് എലിക്കുഞ്ഞു വരയ്ക്കുന്നത് പോലെ വരച്ച് നിൽക്കുമ്പോൾ ദുഷ്ടന്മാരായ സീനിയർ സ്റ്റുഡൻസ് നിന്ന് അവരെ കഠിനമായി മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു. മദ്യപിക്കാൻ രൂപ കൊടുത്താൽ മതി, മർദ്ദനം ഉണ്ടാവുകയില്ല. ഭയാനകമല്ലേ റാഗിങ്? വെറും മർദ്ദനമാണോ? കേട്ടാൽ അറപ്പ് തോന്നും ചെയ്യുന്ന കാര്യങ്ങൾ. റാഗിങ് എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന ആ ക്രൂര വിനോദം, അതിനെക്കുറിച്ച് കേട്ടാൽ കേൾക്കുന്നവർക്ക് അറപ്പ് തോന്നും. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കളായി പലരും ഇതൊന്നും അറിയുന്നില്ല. നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന യാതനകൾ, കോളേജ് ഹോസ്റ്റലുകളിൽ അനുഭവിക്കുന്ന യാതനകൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മൃഗമായി മാറുന്ന രംഗങ്ങളാണ്. മനുഷ്യൻ മൃഗമായി മാറുന്നു, മൃഗീയത്വം വരുന്നു. ഇന്ന് അനേകരിന്ന് മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നു, കൊള്ളരുതാത്ത ജീവിതം നയിക്കുന്നു. നായ്ക്കൾ വേണ്ട എന്ന് വെച്ചു, പക്ഷെ പിന്നെയും ആരംഭിക്കുന്നു, പിന്നെയും തുടങ്ങുന്നു.
നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ വേണ്ട എന്ന് വെച്ച പാപങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുവോ? ഏതെങ്കിലും പാപങ്ങൾ വേണ്ട വേണ്ട എന്ന് തീരുമാനിച്ചു, വേണ്ട വ്യക്തമായി തീരുമാനിച്ചു, ദൈവത്തിന് സ്തോത്രം, പക്ഷെ പിന്നെയും വന്നുവോ? സഹോദരങ്ങളെ, അനേകരെന്ന് ഛർദ്ദിക്ക് തിരിഞ്ഞ നായെപ്പോലെ ഉപേക്ഷിച്ചത് വീണ്ടും എടുത്ത് നശിച്ചു കൊണ്ടിരിക്കുകയാണ്, അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്മാറിപ്പോകരുത്, പിന്മാറിപ്പോകരുത്, മുന്നോട്ട് വരിക. അഥവാ പിന്മാറിപ്പോയോ, ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു വ്യക്തമായി തീരുമാനമെടുക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പിന്മാറ്റം വന്നുപോയി, നായെപ്പോലെ ഞാൻ പിന്നിലേക്ക് നോക്കി ഛർദ്ദിച്ചത് ഞാൻ ഭക്ഷിച്ചു പോയി, വേണ്ട വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ് ഞാൻ പിന്നെയും സ്വീകരിച്ചു പോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഇനി അഹങ്കരിക്കുകയില്ല തീരുമാനിച്ചു, പക്ഷെ പിന്നെയും അഹങ്കാരം വന്നുപോയി. ഇനി എനിക്ക് ദുരഭിമാനം വരികയില്ല തീരുമാനിച്ചു, പക്ഷേ പിന്നെയും പൊങ്ങച്ചം വന്നുപോയി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇനി ഞാൻ നുണ പറയുകയില്ല തീരുമാനിച്ചതാണ്, പക്ഷേ പിന്നെയും ഞാൻ വ്യാജം പറഞ്ഞുപോയി. എൻ്റെ ദൈവമേ, തെറ്റുകൾ സംഭവിച്ചു പോയി. നാഥാ, നീ എന്നോട് ക്ഷമിക്കണം. നീ ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിത്യനരകാഗ്നിയിലേക്ക് പോകുമല്ലോ, സ്വർഗ്ഗരാജ്യത്തിന് പുറത്തായി പോകുമല്ലോ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും വിഭാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് നിൽക്കേണ്ടി വരുമല്ലോ. നായ്ക്കൾ. രണ്ടാമത്തേത് എന്താണ്? നായ്ക്കളും ക്ഷുദ്രക്കാരും. ക്ഷുദ്രക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കൂടോത്രം ചെയ്യുന്നവർ, മന്ത്രവാദം ചെയ്യുന്നവർ, കവടി നിരത്തുന്നവർ, ലക്ഷണം നോക്കുന്നവർ, രാഹുകാലം നോക്കുന്നവർ, ശകുനം നോക്കുന്നവർ, മുഖലക്ഷണം നോക്കുന്നവർ, കൈരേഖ നോക്കുന്നവർ. ഇതെല്ലാം ശാസ്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ചെയ്യുന്നത്. ഇതൊക്കെ ശാസ്ത്രമാണ് പോലും. ശാസ്ത്രം. എന്ത് ശാസ്ത്രം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, അനേകരിന്ന് അന്ധവിശ്വാസത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. അന്ധവിശ്വാസം. രാഹുകാലം കഴിഞ്ഞിട്ടേ കല്യാണം കെട്ടിക്കുകയുള്ളൂ. എന്തു ചെയ്യും? രാഹുകാലം കഴിഞ്ഞിട്ടേ ജോലിക്ക് വേണ്ടി പുറപ്പെടുകയുള്ളൂ, ജോലിക്ക് തുടങ്ങുകയുള്ളൂ. ഇങ്ങനെയുള്ളതായ ചില തെറ്റായ വിശ്വാസങ്ങളുടെ അടിമത്തത്തിൽ ഇന്ന് അനേകർ ആണ്ട് കിടക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ. 5-ാം സംവത്സരത്തിലോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിന്നാം. അങ്ങനെ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്. ആഭിചാരം ചെയ്യരുത്. ആഭിചാരം ചെയ്യരുത്. മുഹൂർത്തം നോക്കരുത്. മുഹൂർത്തം നോക്കരുത്. നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്. തലമുടിയെ ചുറ്റും വിളുമ്പ് വടിക്കരുത്. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. മരിച്ചവനു വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. മെയ്മേൽ പച്ച കുത്തരുത്. ശരീരത്തിൽ പച്ച കുത്തരുത്. ഞാൻ യഹോവയാകുന്നു. ഞാൻ യഹോവയാകുന്നു. നോക്കുക, ഗൗരവമായിട്ട് കർത്താവ് പറയുന്നു, ഞാൻ യഹോവയാകുന്നു. നിങ്ങളെൻ്റെ ജനമാണെങ്കിൽ നിങ്ങൾ ഒരു വ്യതിരിക്ത ജാതിയായി, വ്യത്യസ്ത ജാതിയായി നിൽക്കണം. ഡിഫറൻറ്റ് പീപ്പിളായി നിൽക്കണം. എന്താണ് പറഞ്ഞത്? വീണ്ടും പറയുന്നു 30-ാം വാക്യം മുതൽ. നിങ്ങൾ എൻ്റെ ശബത്തുകൾ പ്രമാണിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കുകയും വേണം. ഞാൻ യഹോവയാകുന്നു. ഞാൻ യഹോവയാകുന്നു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെ അടുക്കൽ പോകരുത്. അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ, വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെ അന്വേഷിക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അല്ലേ? ആവർത്തന പുസ്തകം 18-ാം അധ്യായം എടുക്കാം. ആവർത്തനം 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ, മഷിയിട്ട് നോക്കുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായിട്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. അന്ധവിശ്വാസത്തിൽ ആണ്ടുകിടന്ന കാലങ്ങളില്ലേ? അബദ്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടന്ന കാലങ്ങളില്ലേ? എത്രയോ വലിയ ദുരാചാരങ്ങൾക്കിട്ട് നാം നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നെല്ലാമല്ലേ കർത്താവ് നമ്മൾ വീണ്ടെടുത്തത്? ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ ഉയർത്തിയെടുത്തില്ലേ? പിന്നെയും അതിലേക്ക് പോകരുത്. അതാണ് പറഞ്ഞത്, നായ്ക്കളും ക്ഷുദ്രക്കാർ അവർ പുറത്തായിരിക്കും. ഇന്ന് മനുഷ്യൻ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി
ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ വഴിക്ക് നിങ്ങൾ പോകരുത്. കാരണം ഇത് പോയാൽ നിങ്ങൾ പുറത്തായി പോകും, ദൈവരാജ്യത്തിന് പുറത്തായി പോകും. 1 നായ്ക്കൾ, 2 ക്ഷുദ്രക്കാർ. മൂന്നാമത്തേത് ദുർനടപ്പുകാരൻ, നടപ്പുകാർ, അഡൾട്ടറി, ദുർനടപ്പ്, വേശ്യാവൃത്തി, പരസംഗം, വ്യഭിചാര ജീവിതം. ദുർനടപ്പുകാർ ദൈവരാജ്യത്തിൽ പോകുകയില്ല, അവർ പുറത്ത് നിൽക്കേണ്ടി വരും. എൻ്റെ സഹോദരങ്ങളെ, വേദപുസ്തകം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തെ കൃത്യമായിട്ടാണ് പറയുന്നത്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഹൃദയത്തിൽ വ്യഭിചാരം വരുന്നു സ്ത്രീയെ മോഹത്തോടെ നോക്കിയാൽ. പ്രിയപ്പെട്ടവരെ, അനേകർ തെറ്റിദ്ധരിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ചീത്ത പടം കണ്ടുപോയി, അയ്യോ എന്തു ചെയ്യും? പേടിക്കണ്ട. ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനെയോ കണ്ടുപോയി, പേടിക്കണ്ട. കണ്ടു എന്നുള്ളത് പേടിക്കണ്ട. പക്ഷേ കാണാൻ വേണ്ടി നോക്കിയാൽ പേടിക്കണം. കാണാൻ വേണ്ടി നോക്കരുത്. കാണാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ മോഹമുണ്ട്. മോഹമില്ലാതെ നോക്കാം, കുഴപ്പമില്ല. കണ്ടുപോയി. ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, ബസ്സിൽ കയറി, ബസ്സിൽ നല്ല തിരക്കാണ്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട്. ഒരുപക്ഷേ ഒരു സ്ത്രീയുടെ ശരീരം നിങ്ങളുടെ ദേഹത്ത് മുട്ടിപ്പോയി, പേടിക്കൊന്നും വേണ്ട. മുട്ടാൻ വേണ്ടി ആഗ്രഹിച്ചാലോ തെറ്റാണ്, മുട്ടാൻ വേണ്ടി നിന്ന് കൊടുത്താലോ തെറ്റാണ്. കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം. ബസ്സുകളിൽ മറ്റും യാത്ര ചെയ്യുന്നവരെ ചില വൃത്തികേടുകൾ കാണിക്കുന്നവരുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ അഴുക്കായ ചിന്തയോട് തൊടുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അഴുക്കായി ചിന്തയോട് തൊടുന്നെങ്കിൽ പാവമാണ്. അറിയാതെയും തൊട്ടുപോയി, പേടിക്കണ്ട. ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. രണ്ടാമത്തെ നോട്ടം പാവമാണ്. ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻഫുൾ. കാണാൻ വേണ്ടി നോക്കുമ്പോൾ ദ സെക്കൻഡ് ലുക്ക്, രണ്ടാമത്തെ നോട്ടം, അത് പാവമാണ്. ദുർനടപ്പ്. പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് സെക്സിൻ്റെ അടിമകളാണ്. സെക്സിൻ്റെ അടിമകളാണ്. ദൈവത്തിന് സ്തോത്രം. സെക്സ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. സെക്സ് തെറ്റല്ല, സെക്സ് ശാപമല്ല, സെക്സ് ഒരു അനുഗ്രഹമാണ്. സെക്സ് ആരോഗ്യമുള്ള ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും നല്ലതാണ്, ആവശ്യമാണ്, നല്ലതാണ്, തെറ്റില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. അനേകർ തിരിച്ചിരിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ബന്ധം അശുദ്ധമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ശാരീരിക ബന്ധം അശുദ്ധമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലുമല്ല, ഭയപ്പെടേണ്ട. എന്നാൽ ദൈവത്തിന് സ്തോത്രം, സ്വന്തം ഭാര്യയല്ലാതെ അന്യ സ്ത്രീയെക്കുറിച്ച് ചിന്തയിലെങ്കിലും അശുദ്ധി വരുന്നെങ്കിൽ പാപമാണ്, മഹാപാപമാണ്. സ്വന്തം ഭർത്താവല്ലാതെ അന്യ പുരുഷനെക്കുറിച്ച് ചിന്തയിലെങ്കിലും വേണ്ടാതിനും വരുന്നെങ്കിൽ അത് പാപമാണ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. പക്ഷേ ഇതിൻ്റെ വിവാഹക്കിടക്കയിൽ അന്യൻ കിടക്കരുത്. വിവാഹക്കിടക്ക അത് പരിശുദ്ധമാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കുന്ന കിടക്ക പരിശുദ്ധമാണ്. പക്ഷേ അത് അശുദ്ധമായിത്തീരും എപ്പോൾ? അതിൽ അന്യൻ കിടക്കുമ്പോൾ. അത് ചിന്തയിലാകാം, അല്ല വാക്കിലാകാം, അല്ല നോക്കിലാകാം, അല്ലെങ്കിൽ പ്രവൃത്തിയിലാകാം. എങ്ങനെയാണെങ്കിലും അന്യൻ വരരുത്. പ്രീ മാരിറ്റൽ സെക്സ് പാപമാണ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ് പാപമാണ്. പ്രീ മാരിറ്റൽ സെക്സ് വിവാഹത്തിന് മുൻപുള്ളതായ ലൈംഗിക ബന്ധം പാപമാണ്. വിവാഹശേഷമുള്ള വിവാഹ ഇതര ബന്ധം പാപമാണ്. പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് എക്സ്ട്രാ മാരിറ്റൽ സെക്സ് അത് പാപമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ലേ, നിങ്ങളിതെല്ലാം മനസ്സിലാക്കൂ. അവരോ ദുർനടപ്പുകാർ, അവർ ദൈവരാജ്യത്തിൽ പുറത്ത് നിൽക്കേണ്ടി വരും, ദൈവരാജ്യത്തിന് പുറത്ത് നിൽക്കേണ്ടി വരും. അവന് പുറത്താണ് ദുർനടപ്പുകാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും. പിന്നെ ഏതാണ്? കൊലപാതകന്മാരും. കൊലപാതകന്മാർ പുറത്ത് നിൽക്കേണ്ടി വരും. കൊലപാതകം. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരുപക്ഷെ ആരെയും നേരിട്ട് കൊന്നിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ പകയും വിദ്വേഷം വന്നുപോയോ? കൊല്ലണമെന്നോ അല്ല ആ ആൾ ചാകണമെന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേറൊരാളെക്കുറിച്ച് അവന് ചത്തുപോയാൽ കൊള്ളാമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? പാവമാണ്. അത് കൊലപാതകത്തിന് തുല്യമാണ്. ചിന്തയിൽ കൊലപാതകം, വാക്കിൽ കൊലപാതകം. വാക്കുകൊണ്ട് ചിലരെ കൊല്ലുന്നു, വാക്കുകൊണ്ട് കൊല്ലുന്നു. ചിലരെ അധിക്ഷേപിക്കുന്നു വാക്കുകൊണ്ട്, ചിലരെ കുറ്റം വിധിക്കുന്നു വാക്കുകൊണ്ട്, ചിലർക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുന്നു വാക്കുകൊണ്ട്. അതെല്ലാം കൊലപാതകം തന്നെയാണ്. കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു. കർത്താവിൻ്റെ മലപ്രസംഗത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയും, കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു. കോപം കൊലപാതകമാണ്. പ്രിയപ്പെട്ടവർ, അതിനപ്പുറത്തേക്ക് ഒന്നുകൂടി കടന്നു പോകാം. സ്ത്രീകൾ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലുന്നത് കൊലപാതകമാണ്.
ഒരു ശിശു പിറന്നതിന് ശേഷം അതിനെ കൊല്ലുന്നെങ്കിൽ അത് കൊലപാതകമാണ്. ശിശു ഉരുവായതിനു ശേഷം അതിനെ കൊല്ലുന്നെങ്കിൽ കൊലപാതകമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കാനല്ല, നിങ്ങൾ നിരാശപ്പെടാനല്ല. അയ്യോ സംഭവിച്ചു പോയല്ലോ കർത്താവേ, എന്തു വേണ്ടു, വിഷമിക്കേണ്ട. എല്ലാ പാവവും ക്ഷമിക്കാൻ യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. എല്ലാ പാവവും കഴുകാൻ യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. ശാപം മാറ്റാൻ യേശുക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ പുസ്തകത്തിൽ ശാപമാണ്, എന്നാൽ ഒടുവിലത്തെ പുസ്തകത്തിൽ ശാപം മാറുകയാണ്. 1-ാമത്തെ പുസ്തകത്തിൽ ശാപം തുടങ്ങുന്നു, ഒടുവിലത്തെ പുസ്തകത്തിൽ ശാപം തീരുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല എന്നാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ശാപകരമാണ് കൊലപാതകം. ആരുടെയും ജീവൻ അപഹരിക്കാൻ നമുക്ക് അവകാശമില്ല. ആരുടെയും ശരീരത്തിൽ വേദന ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല. ഭർത്താവാണെങ്കിൽ പോലും ഭാര്യയുടെ ശരീരത്തിൽ വേദനിപ്പിക്കാൻ പാടില്ല. ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. മനസ്സിൽ കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കൊലപാതകം ചെയ്യരുത്. കൊലപാതകന്മാർ അവരെ പുറത്തു തന്നെ. അടുത്തത് ബിംബാരാധികളും ബിംബാരാധികൾ, വിഗ്രഹാരാധികൾ. എന്താണ് ബിംബാരാധന? നിങ്ങൾ പറയും, സാറേ ഞാൻ ബിംബാരാധനയില്ല. എന്നാൽ സ്നേഹിത, യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഏതിനെങ്കിലും നീ സ്നേഹിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിൻ്റെ ഭാര്യയെ നീ സ്നേഹിക്കുന്നെങ്കിൽ വിഗ്രഹാരാധനയാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ബിംബാരാധനയാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിൻ്റെ മോനെ അല്ലെങ്കിൽ മോളെ സ്നേഹിക്കുന്നെങ്കിൽ ബിംബാരാധനയാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിൻ്റെ ജോലിയെ സ്നേഹിക്കുന്നെങ്കിൽ ബിംബാരാധനയാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിൻ്റെ ശമ്പളത്തെ സ്നേഹിക്കുന്നെങ്കിൽ വിഗ്രഹാരാധനയാണ്. യേശുക്രിസ്തുവിനേക്കാൾ നിൻ്റെ ബാങ്ക് ബാലൻസിനെ സ്നേഹിക്കുന്നെങ്കിൽ വിഗ്രഹാരാധനയാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിൻ്റെ ബിസിനസ്സിനെ സ്നേഹിക്കുന്നെങ്കിൽ വിഗ്രഹാരാധനയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവാണ് ആരാധനയ്ക്ക് യോഗ്യൻ. എന്തിന്? യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഭൂമിയിലെ മനുഷ്യരാരെയെങ്കിലും വീരാരാധന നടത്തുന്നെങ്കിൽ ബിംബാരാധനയാണ്. ഹീറോ വർഷിപ്പ് ബിംബാരാധനയാണ്. കുട്ടി ദൈവങ്ങളെ നിങ്ങളുണ്ടാക്കരുത്. കുട്ടി ദൈവങ്ങൾ മനുഷ്യ ദൈവങ്ങളായി കാണരുത്. മനുഷ്യ ദൈവങ്ങളായി കാണരുത്. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയിൽ വചനം പറയുന്നവരെ കുട്ടി ദൈവങ്ങളല്ല. കൂട്ടായ്മയിൽ ദൈവത്തിന് വേല ചെയ്യുന്നവരെ കുട്ടി ദൈവങ്ങളല്ല. ദൈവത്തിന് സ്തോത്രം. ആരും കുട്ടി ദൈവം ചമയരുത്. കുട്ടി ദൈവം ചമയിക്കുകയും അരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കുട്ടി ദൈവം ചമയുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേകർ ദൈവത്തിൻ്റെ വേലക്കാർ കുട്ടി ദൈവം ചമയുന്നു. അപകടമാണ്, വലിയ പാപമാണ്. ദൈവത്തിന് സ്തോത്രം. അത് ബിംബാരാധനയാണ്. അടുത്തത് ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഫോഷ്ക്ക് ഫോൾസ്ഹുഡ്. ഫോഷ്ക്ക് എന്ന് പറഞ്ഞാൽ വ്യാജം. വ്യാജത്തിൽ പ്രിയമയ്ക്കുന്നു. എന്നെ ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷ ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ഫോഷ്ക്കാണ്. സ്വർഗത്തിൽ നിന്ന് എനിക്ക് ഒരു ശുശ്രൂഷ തന്നിട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്നെങ്കിലോ അത് ഫോഷ്ക്കാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. എന്നെ ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷ, ആത്മീയമാകട്ടെ, നല്ല ഉദ്ദേശത്തോടെയാകട്ടെ, ആത്മാക്കൾ രക്ഷപ്പെടുന്നതിനെ ഉദ്ദേശിച്ച് തന്നെയാകട്ടെ, എന്നാൽ പോലും ഫോഷ്കിൽ വേല ചെയ്യരുത്. ഫോഷ്കിൽ ശുശ്രൂഷ ചെയ്യരുത്. എന്നെ ഏൽപ്പിക്കാത്ത വേല ഞാൻ ചെയ്യരുത്. ദൈവം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചു എന്ന് ഉറപ്പ് വേണം. വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. എന്നെ ഏൽപ്പിച്ചു ഈ വേല, ബോധ്യം വേണം. അങ്ങനെ ബോധ്യമുള്ളെങ്കിൽ മാത്രമേ ആ വേല ചെയ്യാവൂ. ഇല്ലെങ്കിലോ നീ വീണിരിക്കും, ആത്മാവിൽ വീണിരിക്കും, കരയേറ്റം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഗൗരവകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. വ്യാജം വരരുത്, മോഷണം വരരുത്, കവർച്ച വരരുത്, അന്യൻ്റെ സ്വന്തം കയ്യിൽ വന്നു പോകരുത്, അന്യനറിയാതെ അവൻ്റെ സ്വത്ത് നമ്മുടെ കയ്യിൽ വരരുത്, അവൻ അനുവദിക്കാതെ അവൻ്റെ സ്വത്ത് നമ്മുടെ കയ്യിൽ വരരുത്. അത് വന്നാൽ നമുക്ക് ദോഷമാണ്. ചിന്തിക്കൂ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. അന്യൻ്റെ ഏതെങ്കിലും കൈവശമുണ്ടോ? അതുകൊണ്ട് കൈക്കൂലി അപകടമാണ്, കൈക്കൂലി പാവമാണ്, അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നത് പാവമാണ്, അത് പാവമാണ്, ശിക്ഷയുണ്ട്. എല്ലാം പുറത്ത് തന്നെ. ആ വാക്യം 15-ാം വാക്യം ഒന്നുകൂടെ വായിക്കൂ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സ്ഥിതിയിൽ ഈ വാക്യം വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ. ഇന്നത്തെ സ്ഥിതിയിൽ നിങ്ങൾ പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കഴുകൽ വാങ്ങിയോ? കഴുകൽ കിട്ടിയോ? ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം വെക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും ബിംബാരാധികളും കൊലപാതകന്മാരും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ? സ്നേഹിതരെ, ഞാൻ വിനയപൂർവ്വം നിങ്ങൾ അറിയിക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തേക്ക് വരാം.
യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ എന്തിന് പുറത്ത് നിൽക്കുന്നു? നീ അകത്തേക്ക് വരിക, നീ അകത്തേക്ക് വരിക. അകത്തേക്ക് വരാം, നിനക്കകത്തേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ എന്തിന് പുറത്ത് നിൽക്കുന്നു? അകത്തേക്ക് വരിക. നീ പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ പുറമേ നിൽക്കേണ്ടവനല്ല, നീ അന്യനല്ല. നീ സ്വന്തം ജാതിയാണ്, സ്വന്തം ജനമാണ്, ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരാണ്, യേശുവിന് സ്വന്തം ഭവനക്കാരാണ്, യേശുവിന് സ്വന്തം ഭവനക്കാർ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നാം വിളിക്കപ്പെട്ടവരാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം നിയമിക്കപ്പെട്ടവരാണ്, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹത്താൽ ക്ഷണിക്കപ്പെട്ടവരാണ്. ദൈവം വീണ്ടെടുത്തവരാണ്, ദൈവം നമ്മെ വിടുവിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. നാം പുറത്ത് നിൽക്കേണ്ടവരല്ല. നിങ്ങളാരും പുറത്ത് നിൽക്കരുത്, നിങ്ങളകത്തേക്ക് വരിക. ഞാൻ പറയുന്നത് കൂട്ടായ്മയിലേക്ക് വരാനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയിലേക്ക് വന്നാൽ സത്യവചനം കേൾക്കാം, വചനം കിട്ടും, ശരി, നല്ലതാണ്. പക്ഷേ കൂട്ടായ്മയിലേക്ക് വരാനല്ല ഞാൻ ക്ഷണിക്കുന്നത്. ഞാൻ ക്ഷണിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നതാണ്. നിങ്ങളകത്തേക്ക് വരിക, സ്വർഗ്ഗരാജ്യത്തിനകത്തേക്ക് വരിക. നിങ്ങളാരും പുറത്ത് നിൽക്കരുത്. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആരും ആത്മാവിൽ മരിച്ചു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അകത്തേക്ക് വരിക. ദൈവം വിളിക്കുകയാണ്, മോളെ നീ അകത്തേക്ക് വരിക, മകനെ നീ അകത്തേക്ക് വരിക. നീ മത്സരിച്ച് പുറത്ത് നിൽക്കല്ലേ, നീ ചോദ്യം ചെയ്ത് പുറത്ത് നിൽക്കല്ലേ. മൂത്ത മകനെ പോലെ, മൂത്ത മുടിയപുത്രനെ പോലെ നീ പുറത്ത് നിൽക്കല്ലേ. ഇളയ മുടിയപുത്രനെ പോലെ നീ അകത്തേക്ക് വരിക. അകത്ത് ഊണുമേശയിലിരിക്കുക, വിരുന്ന് മേശയിലിരിക്കുക. നീ അകത്തേക്ക് വരിക. നീ പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ അന്യനല്ല, നീ സ്വന്തമാണ്, നീ വിളിക്കപ്പെട്ടവനാണ്, നീ സ്വന്തം ജാതിയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് വരിക. അകത്തേക്ക് വരാൻ നിങ്ങളുടെ വസ്ത്രം കഴുകിയാൽ മതി, വസ്ത്രം അലക്കിയാൽ മതി. സ്തോത്രം. വസ്ത്രം അലക്കാൻ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ആ തിരക്തമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആർക്കും അകത്തേക്ക് വരാം. ആ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ ചങ്ക് പിളർന്നൊഴുകിയ രക്തം, ആ തിരുഹൃദയം പിളർന്നൊഴുകിയ രക്തം നിങ്ങൾക്ക് മോചനം തരും. എന്നും കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചെടിപ്പാണോ? എന്നും കേൾക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് മടുപ്പാണോ? എൻ്റെ സ്നേഹിതരെ, ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾ കഴുകാൻ ഇതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ആ രക്തം നിങ്ങളുടെ മേൽ തളിക്കാൻ കർത്താവ് നിൽക്കുന്നു. ആ രക്തം നിങ്ങളുടെ നെറ്റിമേൽ പുരട്ടിത്തരാൻ കർത്താവ് നിൽക്കുന്നു. അടയാളമുള്ളൊരുത്തിനെയും തുടരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. അടയാളം തരാൻ കർത്താവ് നിൽക്കുന്നു. മോനെ, നിനക്ക് അടയാളം വേണമോ? മോളെ, നിനക്ക് മുദ്ര വേണമോ? ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം നിന്റെ നെറ്റിമേൽ ചാർത്തി തരണമോ? ഇന്ന് അത് വേണമെങ്കിൽ നിനക്ക് കിട്ടും. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം. യേശുവേ, നിന്നെ കർത്താവ് രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, എൻ്റെ പാപങ്ങളെല്ലാം കഴുകി തരണമേ. സ്വർഗീയ പ്രവേശനം എനിക്ക് തരണമേ. സ്വർഗരാജ്യത്തേക്കുള്ള പ്രവേശനം എനിക്ക് തരണമേ. യേശുവേ, എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശു ഇതാ വന്ന് കെഞ്ചി നിൽക്കുന്നു. എത്ര കൈകൾ നിങ്ങളെ നേരെ നീട്ടിയിരിക്കുന്നു. ആണിപ്പാട് കരങ്ങൾ നീട്ടിക്കൊണ്ട് അവൻ കെഞ്ചുന്നു. അവൻ യാചകനെ പോലെ നിന്നുകൊണ്ട് വിളിക്കുന്നു, യാചകനെ പോലെ നിന്നുകൊണ്ട് വിളിക്കുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. നാഥ, എൻ്റെ ഹൃദയതാ ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ ജീവിതതാ ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ ഭാവി ഇതാ നിനക്ക് ഞാൻ തരുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ ഇതാ നിനക്ക് തരുന്നു. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവേ ഇനി നിൻ്റേത് നിൻ്റെ കയ്യിലേക്ക് ഞാൻ ഇതാ തരുന്നു. കൊടുക്കുമോ? നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? പാപം നശിപ്പിച്ച ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? അശുദ്ധി യുവത്തിപോയ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? ദുഷ്ടപിശാച് പന്താടി ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കൊടുത്താൽ വാങ്ങും, കൊടുത്താൽ വാങ്ങും. 5000-ങ്ങൾക്ക് ആഹാരമാക്കി തീർക്കും. കൊടുത്താൽ വാങ്ങും, അനേകർക്ക് പോഷണമാക്കി തീർക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ ഭാഗ്യം? വേണമോ നിങ്ങൾക്ക് ഈ സൗഭാഗ്യം? യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. അരികത്ത് വന്നിട്ടുള്ളൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. ഒരു വാക്ക് നിങ്ങൾ പറയുമോ? കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. യേശുവേ, ഞാൻ നിൻ്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിക്കുന്നതിനായി സ്തോത്രം. തിരുവചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നിൻ്റെ ജനത്തെ നീ തൊട്ടതിനായി സ്തോത്രം. ഈ മക്കളോട് മനസ്സറിയണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ മാത്രമല്ല, അങ്ങ് ദൂര ദേശങ്ങളിലിരുന്ന് വചനം കേട്ടവരെയും എൻ്റെ നാഥ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഇവിടുത്തെ രണ്ടാമത്തെ വരാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.